നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച നടന്ന പ്രധാന സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ഒരാഴ്ച മുമ്പ് നടന്ന വധശ്രമത്തിൽ നിന്ന് തലമുടിയുടെ നാരിന് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന വിസ്കോൺസിനിലെ മിൽവാലൂക്കിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ വെച്ച് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഒന്നടങ്കം ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. അതുപോലെ തൻ്റെ വൈസ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ഒഹായോയിൽ നിന്നുള്ള സെനറ്ററായിട്ടുള്ള JD വാൻസിനെയാണ് തിരഞ്ഞെടുത്തത്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു അത്. കാരണം വെറും 39 വയസ്സ് മാത്രം പ്രായമുള്ള JD വാൻസ് അദ്ദേഹം 2022 മാത്രമാണ് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് വെറും 2 വർഷത്തെ രാഷ്ട്രീയ പരിചയമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് JD വാൻസിനെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒഹായോ അമേരിക്കയിലെ സ്വിംഗ് സ്റ്റേറ്റ്സിൽ പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിൽ നേരിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോ പിന്തുണയ്ക്കാതെ ഓരോ ഇലക്ഷനിലും മാറി മാറി പിന്തുണ തരുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്സ് ലഭിക്കുന്നവരാണ് പ്രത്യേകിച്ച് അമേരിക്കൻ ഇലക്ഷനിൽ വിജയത്തിലേക്ക് പോകുന്നത്. ഒഹായോ, പെൻസിൽവേനിയ, മിഷിഗൺ, വിസ്കോൺസിൻ ഇവയാണ് പ്രധാനപ്പെട്ട സ്വിംഗ് സ്റ്റേറ്റുകൾ. നമുക്കറിയാം 2016 ഹിലാരി ക്ലിൻ്റനെ തോപ്പിച്ചുകൊണ്ട് ട്രംപ് അധികാരത്തിൽ വന്നത് ഈ സ്റ്റേറ്റ്സിൽ നേടിയ വിജയമാണ്. അതുപോലെ 2020 ബൈഡൻ ഈ സ്റ്റേറ്റ്സ് പിടിച്ചെടുത്തുകൂടിയാണ് ട്രംപ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് JD വാൻസിനെ തിരഞ്ഞെടുക്കുന്നതിലുള്ള പ്രേരക ഘടകം. അതുപോലെ തന്നെ JD വാൻസ് നമുക്കറിയാം ഈ സ്വിംഗ് സ്റ്റേറ്റ്സിലൊക്കെയുള്ള പ്രത്യേകിച്ച് വെളുത്ത വംശജരായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ളത്. അവിടെ 1950-കൾക്ക് ശേഷം നടന്ന ഒരു ഡീഇൻഡസ്ട്രിയലൈസേഷൻ പ്രക്രിയയ്ക്ക് ശേഷം അവിടങ്ങളിലുള്ള ഫാക്ടറികളിലൊക്കെ ജോലികൾ ഇല്ലാതാവുകയും ആ പ്രദേശങ്ങൾ വികസന മുരടിപ്പിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുകയും ചെയ്തു. ഈ ഒരു ആ ജനതയ്ക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധം വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന ആ ജനതയുടെ ആ ഒരു ഫീലിങ്ങിനെ മുതലെടുത്തുകൊണ്ടാണ് 2016 ട്രംപ് മുന്നോട്ട് വരുന്നത്. എന്നാൽ ട്രംപ് നമുക്കറിയാം, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു എലീറ്റാണ്. അദ്ദേഹം നേരിട്ട് ഈ റസ്റ്റ് ബെൽറ്റ് സ്റ്റേറ്റിലുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധിയല്ല. ആ കുറവും കൂടെ നികത്തിയാണ് JD വാൻസ്. അദ്ദേഹം ഒഹായോയിലെ വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഹിലിബിലി എലജി അത് 2016 പുറത്തു വന്നത്. വളരെ വ്യാപകമായിട്ട് സ്വീകരിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. അതിനകത്ത് അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ. റസ്റ്റ് ബെൽറ്റിൽ അവഗണിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം സ്വയം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രത്യേകിച്ച് ഈ റസ്റ്റ് ബെൽറ്റിനെ വിജയത്തിലേക്ക് നയിക്കുക എന്ന ഘടകമാണ് JD വാൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ ട്രംപിനെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, ട്രംപിൻ്റെ വരവോടുകൂടി റിപ്പബ്ലിക്കൻ പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തലത്തിൽ വലിയ അഴിച്ചുപണിക്ക് വിധേയമായി. അത് ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് മൂവ്മെൻറ്റ്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളിൽ നിന്നുള്ള പിന്മാറ്റം, ഒരുതരം വൈറ്റ് നാഷണലിസം, വെളുത്ത വംശജരുടെ ദേശീയതയോടുള്ള അതിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റം, ഈ രീതിയിലുള്ള മേക്ക് അമേരിക്ക ഗ്രേറ്റ് മൂവ്മെൻറ്റ് അത് ഒരു കാലഘട്ടത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉറച്ച വോട്ടർമാരായിട്ടുള്ള വൈറ്റ് വർക്കിംഗ് ക്ലാസ്സിലേക്ക് കൂടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്വാധീനം മേക്ക് അമേരിക്ക ഗ്രേറ്റ് മൂവ്മെൻറ്റ് വ്യാപിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പിൻഗാമി എന്നുള്ള നിലയിൽ കൂടിയാണ് JD വാൻസിൻ്റെ വരവ്. പല പ്രതിനിധികളും പല വിദഗ്ധരും പറയുന്നത് JD വാൻസ് ഇനി ട്രംപിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഈ ഒരു തീവ്രദേശീയ മുഖത്തിൻ്റെ പ്രതിനിധിയായിട്ട് JD വാൻസ് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കുഴപ്പങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ മോശം ഡിബേറ്റ് പെർഫോമൻസിന് ശേഷം പ്രസിഡൻ്റായ ജോ ബൈഡനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഡെമോക്രാറ്റിക് പാർട്ടിക്കിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. പല സെനറ്റേഴ്സും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാം അദ്ദേഹം പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പവർ ബ്രോക്കറായിട്ടുള്ള ആഡം ഷിഫ്, അതുപോലെ തന്നെ മുൻ സ്പീക്കറായ നാൻസി പെലോസി, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ബാരക് ഒബാമ, ഇവരൊക്കെ ബൈഡൻ മാറണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിലെ ചീഫായിട്ടുള്ള ഹക്കിം ജെഫ്രീസ്
ബൈഡനെ കണ്ട് സംസാരിക്കുക വരുന്നുണ്ട്. പക്ഷേ താൻ മാറുകയില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ബൈഡൻ എടുക്കുന്നത്. ഇദ്ദേഹത്തെ കോവിഡ് ബാധിച്ച് ബൈഡൻ ഇപ്പോൾ വിശ്രമത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളെല്ലാം അവതാളത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു വരുന്ന ഒരാഴ്ച വളരെ നിർണായകമാണ്. ഇപ്പോൾ ബൈഡൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇനി പിടിച്ചു തൂങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനൊരു റീപ്ലേസ്മെൻ്റായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പലരും മുന്നോട്ട് വെക്കുന്നത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കമലാ ഹാരിസിൻ്റെ പേരാണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ഗവർണറായിട്ടുള്ള ഗാവിൻ ന്യൂസ്കും മിഷിഗൻ ഗവർണറായിട്ടുള്ള ഗ്രച്ചൻ ഫ്ലെച്ച്മർ ഇവരും മുൻനിരയിലുണ്ട്. പക്ഷേ കമലാ ഹാരിസ് തന്നെയാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആഗോളതലത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം നേപ്പാളിലാണ്. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് KP ശർമ്മ ഒലി സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. നേരത്തെ പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ, മാവോയിസ്റ്റ് പാർട്ടിയുടെ പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പ്രധാനമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിനുള്ള പിന്തുണ KP ശർമ്മ ഒലിയുടെ CPIML മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് യുണൈറ്റഡ് പാർട്ടി പിൻവലിച്ചതോടുകൂടിയാണ് പ്രചണ്ഡയുടെ സർക്കാർ വീഴുന്നതും. തുടർന്ന് KP ശർമ്മ ഒലി നേപ്പാളി കോൺഗ്രസിൻ്റെ ഷേർ ബഹാദൂർ ദൂബിയോടൊപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപവത്കരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നേപ്പാൾ നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ്. ഇപ്പോൾ 2022 ഡിസംബറിൽ നടന്ന ഇലക്ഷന് ശേഷം എത്രയോ തവണ സഖ്യകക്ഷി സർക്കാരുകൾ മാറി മാറി വരികയുണ്ടായി. വെറും 3-ാം സ്ഥാനത്താണ് പ്രചണ്ഡയുടെ പാർട്ടി എത്തിയതെങ്കിലും പലപ്പോഴും നേപ്പാളി കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് യുണൈറ്റഡ് പാർട്ടിയുമായിട്ട് അവരെ തമ്മിൽ കളിപ്പിച്ചുകൊണ്ട് പ്രചണ്ഡ തന്നെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ അതേ നാണയത്തിൽ പ്രചണ്ഡയ്ക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് KP ശർമ്മ ഒലി, ഷേർ ബഹാദൂർ ദ്യൂബിയും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് KP ശർമ്മ ഒലി നേരത്തെ ഇന്ത്യക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ആളാണ്. ഇന്ത്യൻ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള നാളുകളാണ് നേപ്പാൾ ഇന്ത്യ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചത് വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാവും ജനറൽ സെക്രട്ടറിയുമായിരുന്ന ന്യൂഗൻ ഫൂത്രോങ് അന്തരിച്ചതാണ്. അദ്ദേഹം 13 വർഷത്തോളമായിട്ട് വിയറ്റ്നാമിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനാണ്. എന്ന് വെച്ചാൽ വിയറ്റ്നാമിൻ്റെ പരമോന്നത നേതാവെന്ന് നമുക്ക് പറയാം. 2011 അധികാരത്തിലെത്തിയ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെ പാർട്ടിയിലെയും ഗവൺമെൻറ്റിലെയും അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബാംബു ഡിപ്ലോമസി എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ളൊരു ഫോറിൻ പോളിസിയുടെ വക്താവ് കൂടിയാണ്. ഒരേ സമയം അമേരിക്കയും വെസ്റ്റും അതുപോലെ തന്നെ ചൈനയുമായിട്ട് ഒരേ രീതിയിലുള്ളൊരു ബന്ധം സാമ്പത്തിക തലത്തിലും പ്രതിരോധ തലത്തിലും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ബാംബു ഡിപ്ലോമസി. 2023 ജോ ബൈഡൻ വിയറ്റ്നാമിലെത്തുകയും വിയറ്റ്നാമിനെ നയതന്ത്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമാക്കി അമേരിക്ക ഉയർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ചൈനയുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രത്യേകിച്ച് സാമ്പത്തിക തലത്തിലൊക്കെ ശക്തമായിട്ടുള്ളൊരു ബന്ധം വിയറ്റ്നാം നിലനിർത്തുകയുണ്ട്. അപ്പോൾ ഒരേ സമയം അമേരിക്കയും ചൈനയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ അതിൽ നിന്നും പ്രതിരോധപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കുന്ന വളരെ തന്ത്രപരമായിട്ടുള്ളൊരു വിദേശകാര്യ നയമാണ് ബാംബു ഡിപ്ലോമസി. പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻഡോ പസഫിക് പുതിയ ശീതയുദ്ധത്തിൻ്റെ മേഖലയായിട്ട് പരിണമിക്കുമ്പോൾ വിയറ്റ്നാം അതിൻ്റെ കേന്ദ്ര സ്ഥാനത്തുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിയറ്റ്നാമിൻ്റെ ഫോറിൻ പോളിസിയും അതുപോലെ ആഭ്യന്തര രംഗത്ത് അതിൻ്റെ രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായിട്ടുള്ള സമൂല മാറ്റങ്ങളിലും ചുക്കാൻ പിടിച്ച് അവരുടെ കപ്പിത്താനാണ് മരണമടഞ്ഞത്. അപ്പോൾ ഇനി ആരായിരിക്കും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിലേക്കും അതുപോലെ വിയറ്റ്നാമിൻ്റെ തലപ്പത്തിലേക്കും വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നമ്മൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ബംഗ്ലാദേശിൽ അലയടിക്കുന്നത് കണ്ടു. ബംഗ്ലാദേശ് സിവിൽ സർവീസിലുള്ള കോട്ടയ്ക്കെതിരെ ബംഗ്ലാദേശിൽ 1971 വിമോചന യുദ്ധത്തിൽ പങ്കാളികളായവരുടെ മക്കൾക്ക് ബംഗ്ലാദേശ് സിവിൽ സർവീസിൽ 30% സംവരണമുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ കഴിഞ്ഞ ജൂൺ ആദ്യം വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങിയത്. ആ പ്രക്ഷോഭം കഴിഞ്ഞയാഴ്ച അതിശക്തമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. 50-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് യുവാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളാണ് ഇത് നയിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആളുകളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് അനുഭവിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയും ഒക്കെ ആയിരിക്കാം ഈ ഒരു വമ്പൻ പ്രതിഷേധത്തിന് പുറകിൽ. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 8,000-ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 900-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭം ഇനി ഏത് തലത്തിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് വരും ദിനങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. പിന്നെ നമുക്ക് ദേശീയ തലത്തിലേക്ക് വരാം.
ദേശീയ തലത്തിൽ ജമ്മുവിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ ഒരു തുടർക്കഥയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടത്. ഈ തവണ ഡോഡയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 4 ജവാന്മാരാണ് മരണമടഞ്ഞത്. അതിൽ ഒരു ക്യാപ്റ്റൻ അടക്കം വീരമൃത്യു വരിക്കുകയുണ്ടായി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജമ്മു, റീസി, ഡോഡ, കത്വ തുടങ്ങിയ ജമ്മുവിലെ ഈ മേഖലകളിലെ മിലിറ്റൻസി വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത് കത്വയിൽ നടന്ന ഭീകരാക്രമണമാണ്. ജൂണിൽ നമ്മൾ റീസിയിൽ ഭീകരാക്രമണം നടന്നു. ഈ ജമ്മു മേഖലയിൽ പ്രത്യേകിച്ച് ഡോഡ അടക്കമുള്ള ഈ പീർപാഞ്ചാൽ, ചനാബ് മേഖലയിൽ ഈ വനമേഖലയെ കേന്ദ്രീകരിച്ച് അതിശക്തമായിട്ടുള്ള മിലിറ്റൻസിയാണ് വളർന്നു വരുന്നത്. ഏകദേശം 2020 വരെ യാതൊരുവിധ മിലിറ്റൻസിയും ഇല്ലാതിരുന്ന ഈ പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ മിലിറ്റൻസി വർദ്ധിച്ചു വരുന്നത്? ഇതിൻ്റെ കാരണങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. 2020 ഗൽവാൻ ക്ലാഷിന് ശേഷം ഇവിടെ നിന്നുള്ള സൈന്യത്തെ പിൻവലിച്ച് അവരെ ചൈനയുമായിട്ടുള്ള വടക്കൻ അതിർത്തിയിലേക്കൊക്കെ വിന്യസിച്ചതൊക്കെ വലിയൊരു വിടവുണ്ടാക്കുകയും ആ വിടവ് ഈ ഭീകരവാദികൾ മുതലെടുക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് ഇതിനുള്ള വിശദീകരണം. അതുപോലെ തന്നെ മറ്റൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, മറ്റൊരു ദുരന്തത്തിൻ്റെ തുടർക്കഥ, റെയിൽവേ ദുരന്തം. അത് തുടരുന്നതാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടത്. ഈ തവണ ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ്സാണ് പാളം തെറ്റി ഏകദേശം 4 പേർ മരിക്കുകയും 30-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കാഞ്ചൻഗംഗ എക്സ്പ്രസിൻ്റെ അപകടം നമ്മൾ കണ്ടതാണ് ഡാർജിലിംഗിൽ. അപ്പോൾ ഇതൊരു തുടർക്കഥയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല കാരണങ്ങൾ ഈ അപകടത്തിന് പിന്നിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ പാളത്തിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലോക്കോ പൈലറ്റിൻ്റെ പ്രശ്നം കാരണമാണ് ഇത് ഉണ്ടായതെന്നും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സ്ഥിരീകരണം വരുന്നതോടുകൂടി ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കവച് പോലെയുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UPSCയുടെ ചെയർമാനായിട്ടുള്ള മനോജ് സോണി, അദ്ദേഹം പെടുന്നതിനെ കഴിഞ്ഞ ദിവസം രാജിവെക്കുകയുണ്ടായി. നമുക്കറിയാം UPSCയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് പൂജ ഗേത്കറുടെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ഡിസബിലിറ്റിയെ സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സിവിൽ സർവീസ് നേടിയ പൂജ ഗേത്കർ ഈ വിവാദത്തിൽ പെടുകയും തുടർന്ന് അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയും അവർ വ്യാജ സർട്ടിഫിക്കറ്റിലൂടെയും മറ്റു പലതരത്തിലുള്ള കൃത്രിമവും കാണിച്ചാണ് UPSC പരീക്ഷ എഴുതി ജയിച്ചതെന്ന് മനസ്സിലാക്കി പിന്നീട് അവരുടെ UPSC സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നിയമനങ്ങളിലേക്കും എല്ലാം ഇത് ഈ പൂജ ഗേത്കറുടെ പ്രശ്നം വിരൽ ചൂണ്ടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മനോജ് സോണി ഇപ്പം രാജിവെക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 2029 വരെ കാലാവധി ഉള്ളപ്പോഴാണ് ഈ രാജി സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന വിനയ് കുമാർ ഖത്ര, അദ്ദേഹം ഇന്ത്യയുടെ പുതിയ അമേരിക്കയിലേക്കുള്ള അംബാസഡറായിട്ട് നിയമിതനായി എന്നുള്ളതാണ്. 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം ഫോറിൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച് വിക്രം മിസ്രി ഇന്ത്യയുടെ പുതിയ ഫോറിൻ സെക്രട്ടറി ആയിട്ട് മാറിയത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച ഒരാൾ ഒരു അംബാസഡറായിട്ട് നിയമിതനാകുന്നത്. നമുക്കറിയാം ഇന്ത്യ അമേരിക്ക ബന്ധം അത് വളരെ പുരോഗമനപരമായിട്ട് മുന്നോട്ട് നീങ്ങിയാണ്. പക്ഷേ അതിൽ പല വിള്ളലുകളും ഈയിടെയൊക്കെ വീഴുകയുണ്ടായി. പ്രത്യേകിച്ച് ഹർപൻ സിംഗ് പന്നുവിൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിലെ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അമേരിക്ക ഉന്നയിച്ച വിമർശനങ്ങൾ, അതുപോലെ തന്നെ ഈയിടെ മോഡി പുടിൻ കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രകടിപ്പിച്ച അസ്വാരസ്യം, ഈയുള്ള തലങ്ങളിലെല്ലാം വിനയ് കുമാർ ഖത്രയെ പോലെ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യൻ താല്പര്യങ്ങളെ US-ഉമായിട്ട് ബന്ധിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി നമുക്ക് സ്പോർട്സിൻ്റെ മേഖലയിലേക്ക് വരാം. വിംബിൾഡൺ പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽക്കരാസ് ജേതാവായി. 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ വളരെ അനായാസമായിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിനെ കാർലോസ് അൽക്കരാസ് പരാജയപ്പെടുത്തി. ഇത് പുരുഷ ടെന്നീസിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം നടന്ന വിംബിൾഡൺ ഫൈനലിൽ അൽക്കാരാസ് ജയിച്ചെങ്കിലും അത് വളരെ 5 സെറ്റ് നീണ്ട വളരെ ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. പക്ഷേ ഈ തവണ നൊവാക് ജോക്കോവിച്ചിന് അധികം വെല്ലുവിളി ഉയർത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ തവണത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ മറ്റൊരു 22 വയസ്സുകാരനാണ് നേടിയത്. ഫ്രഞ്ച് ഓപ്പണും അൽക്കാരാസ് നേടി, വിംബിൾഡണും അൽക്കാരാസ് നേടി. അപ്പോൾ ഇത് ജോക്കോവിച്ച് നദാൽ ഫെഡറർ യുഗത്തിൻ്റെ അന്ത്യമായി എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു പുതിയ തലമുറ വളരെ വർഷങ്ങൾക്ക് ശേഷം പുരുഷ ടെന്നീസിനെ ചുമലിലേറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
കായിക മേഖലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് നിയമിതനായി എന്നുള്ളതാണ്. ശുഭ്മാൻ ഗില്ലാണ് അദ്ദേഹത്തിൻ്റെ വൈസ് ക്യാപ്റ്റൻ. എന്നാൽ ഏകദിന ടീമിനെ രോഹിത് ശർമ്മ തന്നെ നയിക്കും. ഏകദിന ടീമിലും ശുഭ്മാൻ ഗിൽ തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ. അങ്ങനെ സൂര്യകുമാർ യാദവിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. 2020 ലോകകപ്പിലെ മിന്നൽ പ്രകടനത്തിന് ശേഷം ഹാർദിക് പാണ്ഡ്യ രോഹിത്തിന് പിൻഗാമിയായിട്ട് T20 ക്യാപ്റ്റൻസിയിലേക്ക് എത്തുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ്, അദ്ദേഹത്തിന് മറ്റ് കളിക്കാരുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൽ നിർണായകമായിട്ടെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുതിയ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചുവെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനി 2020 സൂര്യകുമാർ യുഗമാണ് ഇന്ത്യക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം ഒളിമ്പിക്സ് തുടങ്ങുകയാണ്. ഈ ജൂലൈ 26 ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് പാരീസിൽ തുടക്കമാവുകയാണ്. അപ്പോൾ അടുത്തയാഴ്ച നമ്മൾ ഒളിമ്പിക്സിൻ്റെ വാർത്തകളുമായിട്ടായിരിക്കും എത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, MS വല്യത്താൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഹൃദയശാസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അന്തരിക്കുകയുണ്ടായി. 2005 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. ലിവർപൂളിലും ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റിയിലുമെല്ലാം ഉപരിപഠനം നടത്തി തിരികെ കേരളത്തിലെത്തി. കേരളത്തിനും രാജ്യത്തിനുമെമ്പാടും ഹൃദയശസ്ത്രക്രിയാ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ മഹത്തായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നന്ദി. ഇനി അടുത്തയാഴ്ച പുതിയ എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.